ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ബ്രൗസർ ഗൂഗിളിന് നഷ്ടമായേക്കും. ഗൂഗിളിൻ്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിൻ്റെ ക്രോം ബ്രൗസർ വിൽക്കണമെന്ന് US നീതിന്യായ വകുപ്പ് നിർദ്ദേശിക്കും. ആഗോള ബ്രൗസർ വിപണിയുടെ 2/3 ഭാഗവും കൈയടക്കി വച്ചിരിക്കുന്നത് ഗൂഗിൾ ക്രോം ആണെന്നതാണ് നടപടിക്ക് കാരണം. 2025 ഓഗസ്റ്റിൽ വിധി പറയും. ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോം വിൽപ്പന നടത്താൻ ജഡ്ജി ഉത്തരവിടണമെന്ന് US നീതിന്യായ വകുപ്പ് ആവശ്യപ്പെട്ടു. വിവരങ്ങൾ തിരയുന്നതിനും AI വികസനത്തിനും ക്രോം ഗൂഗിളിന് അന്യായ നേട്ടം നൽകുന്നുവെന്ന് US നീതിന്യായ വകുപ്പ് വാദിക്കുന്നു. ഇത് ഗൂഗിൾ സെർച്ച് മാർക്കറ്റ് നിയമവിരുദ്ധമായി കുത്തകയാക്കിയെന്നും ഉപഭോക്താക്കളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നീതിന്യായ വകുപ്പ് അവകാശപ്പെടുന്നു. ആഗോള ബ്രൗസർ വിപണിയുടെ 2/3 ഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്. ബ്രൗസറിലൂടെ ആളുകൾ ഇന്റർനെറ്റ് കാണുന്നതും പരസ്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഗൂഗിൾ ക്രോം ആണ്. US നീതിന്യായ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ജഡ്ജി മേത്ത അംഗീകരിക്കുകയാണെങ്കിൽ ഗൂഗിളിന് അതിന്റെ ഏറ്റവും വലിയ ബിസിനസ്സായ ക്രോം വിൽക്കേണ്ടി വന്നേക്കും. ഇത് ഓൺലൈൻ സെർച്ച് മാർക്കറ്റിനെയും AI വ്യവസായത്തെയും പുനർനിർമ്മിക്കുമെന്നാണ് വിലയിരുത്തൽ. ക്രോം ഗൂഗിളിന്റെ പരസ്യ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാണ്. ജെമിനിയുടെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതും ക്രോമാണ്. ഗൂഗിൾ ബിഗ് ടെക് കുത്തകകളാണെന്ന ആരോപണം തടയാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളിലൊന്നാണ് ഈ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു. തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപ് ഗൂഗിളിനെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. കേസിൽ US ഡിസ്ട്രിക്ട് ജഡ്ജി അമിത് മേത്ത അന്തിമ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അപ്പീൽ നൽകാൻ ഗൂഗിൾ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി 100 കോടി രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ ചൈനക്കാരൻ ഡൽഹിയിൽ അറസ്റ്റിൽ. കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. 43.5 ലക്ഷം രൂപയുടെ സൈബർ തട്ടിപ്പ് കേസിൽ ഹാങ് ചെൻജിൻ എന്ന ചൈനീസ് പൗരനെ ഹഷ്ദാര സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി നടത്തുന്ന ഓൺലൈൻ സ്റ്റോക്ക് ട്രേഡിംഗ് തട്ടിപ്പുകളിലും പ്രതിക്ക് പങ്കുള്ളതായി ഡൽഹി സൈബർ പോലീസ് വ്യക്തമാക്കി. അന്വേഷണത്തിൽ പ്രതികൾ വിവിധ സംസ്ഥാനങ്ങളിലായി 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി അധികൃതർ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി നടത്തുന്ന ഓൺലൈൻ സ്റ്റോക്ക് ട്രേഡിംഗ് തട്ടിപ്പുകളിൽ ഹാങ് ചെൻജിൻ ഉൾപ്പെട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. ജൂലൈയിൽ പോലീസിന് ലഭിച്ച പരാതിയിൽ 43.5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ കൂടുതൽ പണം നേടാനായി സ്റ്റോക്ക് മാർക്കറ്റ് പരിശീലന സെഷനുകൾ നൽകുമെന്ന വ്യാജ തട്ടിപ്പിനിരയാക്കിയതായി പരാതിക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു. പ്രതികളുടെ നിയന്ത്രണത്തിലുള്ള 1-ലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറിയത്. ആന്ധ്രാപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും സൈബർ ക്രൈം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട മറ്റ് 2 കേസുകളുമായി കൂടുതൽ അന്വേഷണം ചെഞ്ചിനിലേക്ക് തിരിയുകയായിരുന്നു. സൈബർ ക്രൈം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത 17ഓളം പരാതികൾ ഒരേ ഫിൻകെയർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ചെഞ്ചിനെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ അറസ്റ്റിനു പിന്നാലെ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകിയതിൽ ഇയാളുടെ പങ്ക് വ്യക്തമാക്കുന്ന മൊബൈൽ ഫോണും വാട്സാപ്പ് ചാറ്റ് ലോഗുകളും ഉൾപ്പെടെയുള്ള കുറ്റകരമായ തെളിവുകൾ പോലീസ് കണ്ടെടുത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കൈകോർത്ത് ISRO GSAT-20 വിക്ഷേപണം വിജയം. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് 40-ൽ നിന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. ISRO വികസിപ്പിച്ച GSAT-20 വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയം. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. പുലർച്ചെ 12:01 വിക്ഷേപണം. 12:36 മിഷൻ പൂർത്തീകരിച്ചു. 4700 കിലോഗ്രാമുള്ള ഉപഗ്രഹം ഇന്ത്യയുടെ ആശയവിനിമയ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 14 വർഷത്തെ ദൗത്യ ആയുസുള്ള ക്യാബ് ആൻഡ് ഹൈ ത്രൂപുട്ട് കമ്മ്യൂണിക്കേഷൻ പേലോഡ് ഇതിലുണ്ട്. ഉപഗ്രഹം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഇൻഫ്ലൈറ്റ് ഇന്റർനെറ്റ് ഉൾപ്പെടെ രാജ്യത്തുടനീളം സുപ്രധാന സേവനങ്ങൾ നൽകും. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് 2024 ജനുവരി 3-നാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരണം പ്രഖ്യാപിച്ചത്. ഇന്ത്യ 430-ലധികം വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉപഗ്രഹം ഒരു ഇന്ത്യൻ വിക്ഷേപണ വാഹനത്തിന് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത്ര ഭാരമുള്ളതായിരുന്നു. ഇതോടെയാണ് സ്പേസ് എക്സുമായും ഇസ്രോയുമായും സഹകരിച്ച് വിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. ഈ വിക്ഷേപണം ഇസ്രായും സ്പേസ് എക്സും തമ്മിലുള്ള ആദ്യത്തെ വാണിജ്യ സഹകരണം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട് വാട്സാപ്പിനെതിരെ 213 കോടി രൂപ പിഴ ചുമത്തിയ CCIയുടെ തീരുമാനം അംഗീകരിക്കില്ലെന്ന മെറ്റ.
കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമെന്നും മെറ്റ അറിയിച്ചു. വാട്സാപ്പിന്റെ 2021 സ്വകാര്യതാ നയത്തിലൂടെ ഉപയോക്തൃ ഡാറ്റ മോഷ്ടിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് മെറ്റയ്ക്ക് 213.14 കോടി രൂപ പിഴ ചുമത്തിയത്. അതേസമയം പിഴ ചുമത്തിയ CCIയുടെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് മെറ്റ വ്യക്തമാക്കി. ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നും മെറ്റ അറിയിച്ചു. നിലവിൽ വാട്സാപ്പിന് ഇന്ത്യയിൽ മാത്രം 500 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുണ്ട്. അതേസമയം 2021 സ്വകാര്യതാ നയ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് അന്യായമായ ബിസിനസ് രീതികൾ സ്വീകരിച്ചതിന്റെ പിഴയും മെറ്റയ്ക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ മെറ്റയ്ക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിക്ക് പിഴ ചുമത്തുന്നതിനൊപ്പം വാട്സാപ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യതാ നയവുമായി ഇടപെട്ട് ഡാറ്റ പങ്കിടുന്നതിൽ നിന്ന് വിലക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും CCI വ്യക്തമാക്കി. പരസ്യത്തിനായി മറ്റു മെറ്റ ഉൽപ്പന്നങ്ങളുമായോ കമ്പനികളുമായോ സഹകരിക്കാൻ വാട്സാപ്പിനെ അനുവദിക്കില്ല. 5 വർഷത്തേക്ക് ഉപയോക്തൃ ഡാറ്റ പങ്കിടാനും വാട്സാപ്പിന് കഴിയില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആധാർ UPI പോലെയുള്ള സംരംഭങ്ങൾ സാമ്പത്തിക സമത്വം വർദ്ധിപ്പിച്ചെന്ന RBI ഇന്നൊവേഷൻ ഹബ്ബ് CEO രാജേഷ് ബൻസാൽ. ബംഗളൂരു IIM സംഘടിപ്പിച്ച ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തടസ്സങ്ങൾ തകർത്തുകൊണ്ട് ദശലക്ഷക്കണക്കിന് പേരെ സാമ്പത്തിക വ്യവസ്ഥയിൽ പങ്കാളികളാക്കണമെന്നതിൽ ഇന്ത്യ ആഗോള മാതൃക സൃഷ്ടിച്ചുവെന്ന് ബൻസാൽ വ്യക്തമാക്കി. ഡിജിറ്റൽ നവീകരണങ്ങൾ, സാമ്പത്തിക സമത്വം, സുസ്ഥിരത എന്നിവയെക്കുറിച്ച് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിച്ചു. ഫിൻടെക് ഇന്നൊവേഷനുകൾ എങ്ങനെ സാമ്പത്തിക സമത്വവും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുമെന്ന് ചർച്ച ചെയ്യാൻ വ്യവസായ പ്രമുഖരെയും നയരൂപീകരണ വിദഗ്ധരെയും അക്കാദമിക് വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരികയായിരുന്നു കോൺഫറൻസിന്റെ ലക്ഷ്യം. ആധാർ UPI പോലുള്ള സംരംഭങ്ങളിലൂടെ സാമ്പത്തിക സമത്വം വർദ്ധിപ്പിച്ചത് വിദൂര പ്രദേശങ്ങളിൽ പോലും ബാങ്കിംഗ് ആക്സസ് ഉണ്ടാകാൻ കാരണമായെന്നും ബൻസാൽ ചൂണ്ടിക്കാട്ടി. ഡിജിറ്റലൈസേഷനും സാമ്പത്തിക സമത്വവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച ഉൾപ്പെടെ നിരവധി സെഷനുകൾ കോൺഫറൻസിൽ നടന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ ഫിനാൻസ് മേഖല വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് IIMB ഡയറക്ടർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.